അപ്പോൾ ഭർത്താവിന്റെ പ്രധാന ആവശ്യം ഇതായിരുന്നു. കുട്ടികളുടെ ചിലവിനായിട്ട് മാസം ഏകദേശം 50,000 രൂപ വരും. 50,000? അതെ. അത് ഭാര്യയും താനും 50-50, അതായത് തുല്യമായിട്ട് പങ്കിടണമെന്ന്. ഓഹോ. അദ്ദേഹത്തിന് വരുമാനമുണ്ട്. ഏകദേശം 1,70,75,000 രൂപ വരും മാസം. എന്നാലും ഈ 50,000ന്റെ പകുതി കൊടുക്കുന്നത് വലിയ ഭാരമാണെന്നായിരുന്നു പുള്ളിയുടെ വാദം. പക്ഷേ കോടതി അത് സമ്മതിച്ചില്ല അല്ലേ? ആ മെയ് 13 വിധിയില് ഈ 50-50 എന്ന ആശയം കോടതി തള്ളിക്കളഞ്ഞു. അതെ, തള്ളിക്കളഞ്ഞു. കോടതി പറഞ്ഞത് ഈ പൈസയുടെ ഉത്തരവാദിത്തം അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയല്ല തീരുമാനിക്കേണ്ടത്. അല്ല, മറിച്ച് കുട്ടികൾ ആരുടെ കൂടെയാണ് വളരുന്നത്, അതാണ് പ്രധാനം. ഇതൊരു എന്താ പറയാ, ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണല്ലേ? വളരെ പ്രധാനം. കാരണം ഇവിടെയാണ് ഭാര്യയുടെ സാഹചര്യം നമ്മൾ കാണേണ്ടത്. ശരിയാണ്. അവരൊരു സ്റ്റെനോഗ്രാഫറാണ്. അവർക്കും വരുമാനമുണ്ട്. ഒരു 75,000-80,000 രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ആ 2 കുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ, അവരുടെ പഠിപ്പ്, അസുഖം വന്നാൽ നോക്കുന്നത്, ഇതെല്ലാം അവർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ കോടതി ചോദിക്കുന്നത് ഇതാണ്: പാരന്റിങ്ങിൽ പൈസയ്ക്ക് മാത്രമാണോ വില? അല്ല, ഈ കൊടുക്കുന്ന സമയം, ഊർജം, സ്നേഹം, കെയർ, ഇതൊക്കെ ശരിക്കും വിലമതിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ശരിയാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സംഭാവനകളാണ്. അത് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഭാര്യ സ്വന്തം ചെലവിനായിട്ട് ചോദിച്ചൊരു തുക കോടതി കൊടുത്തില്ല.